بسم الله الرحمن الرحيم الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പുതം 1623 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين يحملون العرش ومن حوله يسبحون بحمد ربهم ويؤمنون به ويستغفرون للذين آمنوا ربنا وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم ربنا وادخلهم جنات عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم وقهم السيئات ومن تق السيئات يومئذ فقد رحمته وذلك هو الفوز العظيم صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ 3-ാമത്തെ ആയത്ത് ഉൾപ്പെടെയുള്ള ഭാഗം ഒരു ആശയപരമായ ഈ സൂറത്തിന്റെ ഒരു പ്രഭാഷണത്തിനുള്ള തുടക്കം എന്ന നിലയ്ക്ക് ഒരു ആമുഖ ഭാഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സൂക്തങ്ങളെ, ആയാത്തുകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തർക്കത്തിലേർപ്പെടുക എന്നത്, അള്ളാഹുവിന്റെ ആയാത്തുകളെ കുറിച്ചുള്ള തർക്കത്തിലേർപ്പെടുക എന്നത് നിഷേധികൾ മാത്രമേ ചെയ്യുകയുള്ളൂ. അവര് നിഷേധികള് നാട്ടില് വലിയ സ്വാധീനവും ചലനവും ഒക്കെ ഉണ്ടാക്കുന്ന, വലിയ നിഗളിപ്പ് കാണിച്ചുകൊണ്ട് കഴിയുന്നവരായിട്ട് ഈ നാട്ടിലും സമീപ നാടുകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അല്ലെങ്കിൽ അത് കാരണമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഞ്ചിതനാവേണ്ട. അത് അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള ഒരു അവസരം പ്രയോജനപ്പെടുത്തുക മാത്രമാണ് എന്ന നിലക്കാണ് തുടർന്ന് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി. അവരുടെ അവര് കാണിക്കുന്ന മേൽക്കൈ അല്ലെങ്കിൽ വലിയ സ്വാധീനമോ അല്ലെങ്കിൽ അവരുടെ വലിയ നിഗളിപ്പൊക്കെ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണിക്കുന്ന കൂട്ടരെല്ലാവരും ഇവർക്ക് മുമ്പും
വലിയ നിഗളിപ്പൊക്കെ കാണിച്ചിരുന്ന പലരും നിഷേധികളായിക്കൊണ്ട് നിലകൊണ്ടിട്ടുണ്ട്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹം അങ്ങനെയായിരുന്നു. ആ കാലഘട്ടത്തിന് ശേഷം പിന്നീട് പല സംഘങ്ങളും പല കക്ഷികളും അങ്ങനെ നിഷേധത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. എല്ലാ സമൂഹങ്ങളും തന്നെയും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർക്ക് എതിരിൽ രംഗത്ത് വരികയും അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഒരുങ്ങുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അവര് സത്യത്തെ, ദൈവികമായി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന സത്യത്തെ മിഥ്യയുടെ പല ടൂൾസും ഉപയോഗിച്ചുകൊണ്ടാണ് നേരിടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അസത്യം അല്ലെങ്കിൽ അവാസ്തവമായ കാര്യങ്ങള് അവയുടെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെയാണ് അവര് സത്യത്തെ നേരിടാൻ വേണ്ടി അവരുപയോഗിച്ചിരുന്നത്. അങ്ങനെ മിഥ്യയുടെ ആളുകളായിട്ട് അവർ മാറുകയും സത്യത്തിനെതിരിൽ പോരാടാൻ തുടങ്ങുകയൊക്കെ ചെയ്ത ഘട്ടത്തില് ഞാൻ അവരെ പിടികൂടുകയുണ്ടായി. നമ്മുടെ നടപടി, അവരുടെ നേരെ നാം നടപ്പിലാക്കിയ ആ ശിക്ഷാ നടപടി എങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് അല്ലാഹു ചരിത്രം പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചോദ്യമായി ഉന്നയിക്കുന്നത്. അതിനെ തുടർന്ന് പറഞ്ഞ കാര്യം കദാലിക ഹഖത്ത് കലിമത്തു റബ്ബിക, നിന്റെ റബ്ബിന്റെ വചനം അല്ലെങ്കിൽ പ്രഖ്യാപനം സത്യമായി പുലരുകയുണ്ടായി. അലല്ലദീന കഫറു, സത്യനിഷേധികളുടെ മേൽ, അന്നഹും അസ്ഹാബുന്നാർ, അവര് നരകവാസികളായിരിക്കും എന്ന അള്ളാഹുവിന്റെ ആ പ്രഖ്യാപനം അത് അവരുടെ കാര്യത്തിൽ സത്യമായി സംഭവിക്കുക തന്നെ ചെയ്യുകയുണ്ടായി എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ ആയത്തുകളുടെ അവസാന ഭാഗത്തായിട്ട് അള്ളാഹു പറയുന്നത്. എന്നിട്ട് അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളുന്ന സത്യവിശ്വാസ സരണി പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളും അവർക്ക് വളരെയേറെ കരുത്ത് പകരുന്ന വിധത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും കരുത്ത് പകരുകയൊക്കെ ചെയ്യുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിൽ അള്ളാഹു വിവരിക്കുന്നത്. ഈ ആയത്തുകളുടെ ലക്ഷ്യം എന്താണ് എന്നത് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും വലിയ പ്രതിസന്ധികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അനുവാചക സമൂഹത്തിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് അവര് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അവർക്ക് മാനസികമായ പിന്തുണ നൽകുന്നവരായിക്കൊണ്ട് അവരുടെ ആദർശപാതയിൽ അവർക്ക് സ്ഥൈര്യം നൽകുന്ന വിധത്തില് വലിയ അനുഭവങ്ങളൊന്നും അവർക്ക് ഉണ്ടാവുന്നില്ല. വെല്ലുവിളികളും തിരിച്ചടിയും പ്രതിസന്ധിയും അതുപോലെ ആക്ഷേപങ്ങളും ശത്രുതാപരമായിട്ടുള്ള പെരുമാറ്റവും ഒക്കെയാണ് ആ സമൂഹത്തിൽ നിന്ന് അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. ഈ ഒരു സന്ദർഭത്തിലാണ് അവർക്ക് ഏറെ ആനന്ദം പകരുന്ന വിധത്തിൽ അവരെ വളരെ ആഴത്തിൽ തന്നെ ആശ്വസിപ്പിക്കുകയും അവരെ പിടിച്ചു നിർത്തുകയും ധൈര്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അല്ലാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പങ്കുവെക്കുന്നത്. നമുക്ക് ഈ ആയത്തുകളൊന്ന് വായിച്ചു നോക്കാം. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു. അല്ലാഹു രണ്ട് വിഭാഗം മലക്കുകളെ പരാമർശിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൈവിക സിംഹാസനങ്ങൾ വഹിക്കുന്നവരായ മലക്കുകൾ, അവരുടെ ചുറ്റുപാടുമായി നിലകൊള്ളുന്നവരായ മലക്കുകൾ. അല്ലദീന യഹ്മിലൂനൽ അർശ, അള്ളാഹുവിന്റെ അർശിനെ വഹിക്കുന്നവരായ മലക്കുകൾ. അപ്പൊ ഇതൊക്കെ ഈ അള്ളാഹുവിന്റെ അർശ്, അള്ളാഹുവിന്റെ കുർസി, അത് ചുമക്കുന്ന മലക്കുകൾ, ഇതൊക്കെ അള്ളാഹു നമ്മളോട് പറഞ്ഞു വെച്ച വിധത്തില് അങ്ങ് മനസ്സിലാക്കുക എന്നതല്ലാതെ ഏത് വിധത്തിലാണത്
സംഭവ്യമാകുന്നത് ഏതു വിധത്തിലാണ് അതിന്റെ യാഥാർത്ഥ്യം എന്നതൊന്നും നമുക്ക് പഠന വിധേയമാക്കാനോ പരിശോധിക്കാനോ ഒന്നും കഴിയുന്ന സംഗതികളല്ല. കാരണം ഇതൊക്കെ നമ്മുടെ ഭൗതിക ലോകത്തിന് അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. എംപിരിക്കലായ കാര്യങ്ങൾ, വസ്തുതകളുടെ പരിശോധനയിലൂടെ മനസ്സിലാക്കി തീർച്ചപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇത്. ബിയോണ്ട് അസ് ആയിട്ടുള്ള, നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ലോകത്തിനപ്പുറത്തുള്ള കാര്യങ്ങളാണ് ഈ പ്രതീകാത്മകമായ ഭാഷ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു വിവരിക്കുന്നത്. അത് അവയുടെ അക്ഷരതലത്തിൽ അതിനെ അങ്ങ് സ്വീകരിക്കുക, മനസ്സിലാക്കുക എന്നതേ നമുക്ക് നിർവാഹമുള്ളൂ. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, അള്ളാഹുവിന്റെ ദൈവിക സിംഹാസനങ്ങൾ ചുമക്കുന്ന, അവ വഹിക്കുന്ന മലക്കുകൾ. ഇവിടെ മലക്കുകൾ എന്നൊന്നും പേര് അല്ലെങ്കിൽ പദമൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ അത് ഈ സന്ദർഭത്തിൽ നിന്ന് വളരെ അണ്ടർസ്റ്റുഡ് ആണ്. അള്ളാഹുവിന്റെ സിംഹാസനം അല്ലെങ്കിൽ ആ ദൈവിക ഇരിപ്പിടം, അത് ചില മലക്കുകളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ അള്ളാഹു നിർദ്ദേശിക്കുന്ന ദൗത്യം നിർവഹിക്കുന്നവരായി അള്ളാഹുവിന്റെ ഉദ്യോഗസ്ഥരായിട്ടാണല്ലോ മലക്കുകൾ ഉള്ളത്. അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു, ദൈവിക സിംഹാസനം വഹിക്കുന്നവരായ മലക്കുകൾ, അതുപോലെ അവർക്ക് ചുറ്റുമായി നിലകൊള്ളുന്ന സമീപസ്ഥരായ മലക്കുകൾ, അള്ളാഹുവിനോട് സാമീപ്യമുള്ള, വളരെ അടുത്ത ബന്ധമുള്ള, അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തില് ഇടം കിട്ടിയിട്ടുള്ള മലക്കുകളുടെ കാര്യമാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ദൈവിക സിംഹാസനം വഹിക്കുന്നവരും അവർക്ക് ചുറ്റുമായുള്ളവരും, വമൻ ഹൗലഹു, അർശിന് ചുറ്റുമായിട്ട് നിലകൊള്ളുന്നവർ. അപ്പൊ ദൈവിക സിംഹാസനം ചുമക്കുന്ന ചില മലക്കുകളുണ്ട്, അവ വഹിക്കുന്ന മലക്കുകളാണ് ഉണ്ട്. അതേപോലെ തന്നെ അർശിന്റെ ചുറ്റുമായിട്ട് നിലകൊള്ളുന്നവരായ മലക്കുകളും ഉണ്ട്. വമൻ ഹൗലഹു, ഹൗൽ എന്ന് പറഞ്ഞാൽ ചുറ്റും, ചുറ്റുപാടും ആയിട്ട്. അതിന്റെ റെഫറൻസ് അർശിലേക്കാണ്. വമൻ ഹൗലഹു, ഈ ആളുകൾ, ഈ മലക്കുകൾ, യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, അവര് നിരന്തരമായി തങ്ങളുടെ റബ്ബിന് സ്തുതി കീർത്തനങ്ങളും പ്രകീർത്തനങ്ങളും അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. യാതൊരു മടിയും മടുപ്പും കാണിക്കാതെ അവര് അള്ളാഹുവിന് തസ്ബീഹും തഹ്മീദും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദിവ്യസിംഹാസനം വഹിക്കുന്ന മലക്കുകളും സിംഹാസനത്തിന്റെ ചുറ്റുമായി നിലകൊള്ളുന്നവരുമായ മലക്കുകളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനുള്ള തസ്ബീഹും തഹ്മീദുമായിട്ട് കഴിയുകയാണ്. വയുഅ്മിനൂന ബിഹി, അവര് അവനിൽ വിശ്വാസമുള്ളവരാണ്, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരാണ്, ആ വിശ്വാസത്തില് സമാധാനപ്പെടുന്നവരുമാണ് ഈ മലക്കുകൾ. അള്ളാഹു അല്ലാത്ത യാതൊരു ശക്തിക്കും, അള്ളാഹു അല്ലാത്ത മറ്റൊരാളിനും വിധേയപ്പെടുകയോ അവരെ അനുസരിക്കുകയോ ചെയ്യുന്നവരല്ല ഈ മലക്കുകൾ. അവര് വയുഅ്മിനൂന ബിഹി, അവനിൽ വിശ്വാസമുള്ളവരാണ് എന്ന് പറയുന്നതിന് പല അർത്ഥതലങ്ങളും ഉണ്ട്. മലക്കുകൾക്ക് വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുമുള്ള ഒരു ഓപ്ഷനൊന്നുമുള്ള പ്രകൃതമല്ല ഉള്ളത്. അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അവര് അള്ളാഹുവിന് വിധേയത്വമുള്ളവരായി, അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായി തന്നെയാണുള്ളത്. പക്ഷെ അവരതിൽ സമാധാനപ്പെടുന്നു, അള്ളാഹുവിൽ അവർ പൂർണ്ണമായിട്ട് അർപ്പിക്കുന്നു, അള്ളാഹുവിനെയാണ് അവര് എല്ലാ നിലക്കും അനുസരിക്കുന്നത്, അള്ളാഹു അല്ലാത്ത മറ്റൊരാളെയും അനുസരിക്കുന്നവരല്ല അവര് എന്നീ അർത്ഥങ്ങളൊക്കെയും നമുക്ക് ഈ പ്രയോഗത്തില് ഉൾച്ചേർന്നതായിട്ട് കാണാൻ സാധിക്കും. വയുഅ്മിനൂന ബിഹി, ഇവിടെ അവര് വിശ്വസിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥസൂചന അവര് വിശ്വസിക്കുന്നു എന്നതിനേക്കാൾ ഏറെയായിട്ട് അവര്
അവനിൽ സമാധാനം കണ്ടെത്തുന്നു, അവനെ അനുസരിക്കുന്നു, അവനെ മാത്രം അനുസരിക്കുന്നു, അവനല്ലാത്ത മറ്റൊരാൾക്കും വിധേയപ്പെടാതിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള അർത്ഥസൂചനകളാണ് ഈ വയുമിനൂന ബിഹി എന്ന പ്രയോഗത്തിന്റെ അർത്ഥസൂചനകളായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തിന്റെ അനുയായികളും മക്കയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവിധ തിരിച്ചടികളും ശത്രുതയും അതുപോലെയുള്ള ദുരനുഭവങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നിരന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ അവര് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികമായ പ്രയാസങ്ങളിൽ നിന്ന് അവരെ മുക്തരാക്കുന്നതിന് വേണ്ടി, അവരെ ആശ്വസിപ്പിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് അള്ളാഹു ഈ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുന്നത് എന്നത് ഈ ആയാത്തുകളുടെ പശ്ചാത്തലം വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോ ദൈവിക സിംഹാസനം വഹിക്കുന്നവരും ദൈവിക സിംഹാസനത്തിന്റെ ചുറ്റുപാടുമായി നിലകൊള്ളുന്നവരുമായ മലക്കുകൾ, അവര് അള്ളാഹുവിനുള്ള പ്രകീർത്തനത്തിലും അവനെ ഗ്ലോറിഫൈ ചെയ്യുന്ന പ്രവർത്തനത്തിലൊക്കെയാണുള്ളത്. യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം അതുപോലെ യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുമിനൂന ബിഹി, അവർ അവനെയാണ് അനുസരിക്കുന്നത്, അവനാണ് വിധേയപ്പെട്ടിട്ടുള്ളത്, അവനിലാണ് അവര് ശാന്തി അടയുന്നത്. ഇതാണ് മലക്കുകളുടെ പ്രകൃതം. അവര് വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അള്ളാഹുവിനോട് സാമീപ്യമുള്ള ഈ മലക്കുകൾ, അവന്റെ സിംഹാസനം വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളും ആ സിംഹാസനത്തിന് ചുറ്റുമായി നിലകൊള്ളുന്നവരായ അള്ളാഹുവിനോട് ഏറെ സാമീപ്യമുള്ള ആ മലക്കുകൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെയാണ് അള്ളാഹുവിടെ പരാമർശിക്കുന്നത്. എന്താണത്? വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനു, അവര് സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് വേണ്ടി അവർക്ക് മഗ്ഫിറത്ത് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മലക്കുകൾ, അള്ളാഹുവിന്റെ സിംഹാസനം വഹിക്കുന്ന, സിംഹാസനത്തിന് ചുറ്റുമായി നിലകൊള്ളുന്ന മലക്കുകൾ സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് വേണ്ടി മഗ്ഫിറത്തിനായിട്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്: റബ്ബന, ഞങ്ങളുടെ നാഥ, വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ, നീ സകല സംഗതികളെയും രണ്ട് സംഗതികൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അള്ളാഹു എല്ലാറ്റിനെയും അവന്റെ കാരുണ്യം കൊണ്ടും അതുപോലെ തന്നെ ജ്ഞാനം കൊണ്ടും പൊതിഞ്ഞിരിക്കുകയാണ്, ആവരണം ചെയ്തിരിക്കുകയാണ്. എന്ത് മഖ്ലൂഖാണെങ്കിലും, അള്ളാഹു സൃഷ്ടിച്ച എന്ത് സംഗതിയാണെങ്കിലും അള്ളാഹുവിന് ആ സംഗതിയുമായി ഈ രണ്ട് തലത്തിലുള്ള ബന്ധമുണ്ട്. ഒന്ന്, അവയെ ആവരണം ചെയ്തിരിക്കുന്നത് അവന്റെ കാരുണ്യമാണ്. അവന്റെ റഹ്മത്ത് കാരണമായിട്ട് മാത്രമാണ് അവൻ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. അപ്പൊ ഒന്നാമത്തെ ആറ്റിറ്റ്യൂഡ് തന്നെ അള്ളാഹു തന്റെ സൃഷ്ടിജാലങ്ങളോട് കാണിക്കുന്ന ആദ്യത്തെ നിലപാട് തന്നെ ഇതാണ്, കാരുണ്യം ആണ്. ദൈവിക കാരുണ്യമാണ്, ദൈവികമായ റഹ്മത്താണ് അവയെ സൃഷ്ടിക്കുന്നതിനും അവയെ നിലനിൽപ്പുള്ളതാക്കുന്നതിനും ഒക്കെ അടിസ്ഥാനമായിട്ടുള്ളത്. അള്ളാഹുവിന് തന്റെ സൃഷ്ടിജാലങ്ങളോട് കാരുണ്യമാണ്, റഹ്മത്താണ് ഉള്ളത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. റഹ്മത്ത് മാത്രമല്ല, അവന്റെ ജ്ഞാനവും അതിനെ പൊതിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ തന്റെ സൃഷ്ടിജാലങ്ങളുടെ കാര്യത്തില് അള്ളാഹുവിന് അറിയാത്തതായ യാതൊന്നുമില്ല. സസൂക്ഷ്മമായിട്ട് അവന് തന്റെ സൃഷ്ടിജാലങ്ങളെ അറിയാം. അതുകൊണ്ട് എല്ലാ സംഗതികളെയും അള്ളാഹുവിന്റെ കാരുണ്യവും ജ്ഞാനവും പൊതിഞ്ഞിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. വസ്യ എന്ന് പറഞ്ഞാൽ വ്യാപ്തിയുള്ളതായി എന്നാണ്. വസ്യഴുത്ത, നീ വ്യാപിച്ചു എന്ന് ഭാഷാപരമായിട്ട് പറയാവുന്ന ഒരു പ്രയോഗമാണ്. വസ്യഴുത്ത കുല്ല ശൈഇൻ, നീ എല്ലാറ്റിനെയും വ്യാപിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്?
റഹ്മത്തം വഇൽമ, കാരുണ്യം കൊണ്ടും അതുപോലെ ജ്ഞാനം കൊണ്ടും. എന്ത് സംഗതിയാണെങ്കിലും അതിനെ വലയം ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ആ കാരുണ്യമുള്ളത് കൊണ്ടാണ് അതിന് നിലനിൽപ്പുണ്ടായത് തന്നെ, അതിന് ഉണ്മയുണ്ടായത് തന്നെ. അത് ഉണ്ടായി വന്നു എന്നത് തന്നെ ദൈവിക കാരുണ്യത്തിന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. അതേപോലെ തന്നെ ഏത് വസ്തുവിനെയും അള്ളാഹുവിന്റെ ജ്ഞാനവും ആവരണം ചെയ്തിരിക്കുന്നു. അള്ളാഹുവിന് വളരെ സൂക്ഷ്മമായ ജ്ഞാനമില്ലാത്ത യാതൊന്നും തന്നെ ആർക്കും കാണാൻ കഴിയില്ല, ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അവൻ സൃഷ്ടിച്ചതെന്തും അതിനെക്കുറിച്ച് പൂർണ്ണമായ ജ്ഞാനം അള്ളാഹുവിനുണ്ട്. ആ ജ്ഞാനം അതിനെ വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവൻ സൃഷ്ടിച്ചതും അവന് പൂർണ്ണമായ ജ്ഞാനമുള്ളതുമായതല്ലാത്ത ഒരു സംഗതിയും ഇല്ല തന്നെ. അതാണ് വസ്തുത. ഈ ഏത് വസ്തു, അത് അചേതനമായാലും ചേതനമായാലും ജീവനുള്ളതായാലും ഇല്ലാത്തതായാലും അതൊക്കെയും തന്നെ അതിന് ഒരു നിലനിൽപ്പുണ്ടായിട്ടുള്ളതിന്റെ അടിസ്ഥാന കാരണം ദൈവിക കാരുണ്യം അതിന് ലഭിച്ചു എന്നതാണ്. ഇതാണ് വസ്തുത. അപ്പോ മലക്കുകൾ അള്ളാഹുവിനോടായിട്ട് പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: റബ്ബന വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വഇൽമ. നാഥ, എല്ലാറ്റിനെയും കാരുണ്യം കൊണ്ടും അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും വലയം ചെയ്തിരിക്കുകയാണല്ലോ നീ. ഫഗ്ഫിർ, അതിനാൽ ഫഗ്ഫിർ, നീ പുറത്തു കൊടുക്കണം, നീ മഗ്ഫിറത്ത് നൽകണം. ആർക്കാണ്? ലില്ലദീന താബൂ, പശ്ചാത്തപിച്ചവർക്കൊക്കെയും തന്നെ. എല്ലാവരും എന്തെങ്കിലുമൊക്കെ കളങ്കമുള്ളവരായിരിക്കും. കളങ്കമുള്ളവരുടെ കൂട്ടത്തില് നിന്നിലേക്ക് മടങ്ങിയ ആളുകൾ ഉണ്ടല്ലോ, തൗബ ചെയ്ത് മടങ്ങിയ ആളുകൾ. അതാണ് പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ. അതാണ് ഒരു ഹദീസ് വ്യക്തമാക്കുന്നത്, കുല്ലു ബനി ആദം ഖതാഊൻ, ആദമിന്റെ മക്കളൊക്കെയും തന്നെ പിഴവ് പറ്റുന്നവരാണ്, തെറ്റുകുറ്റങ്ങളുള്ളവരാണ്. ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ, ഈ പിഴവ് പറ്റുന്നവരുടെ കൂട്ടത്തില് ഉത്തമരായത് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരാണ് എന്നാണ്. ഇവിടെ മലക്കുകള് തൗബ ചെയ്ത് മടങ്ങുന്ന മുഴുവൻ ആളുകൾക്കും നീ പുറത്തു കൊടുക്കണം എന്നാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. അതിന് അള്ളാഹുവിന്റെ രണ്ട് പ്രത്യേകമായ ഗുണങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് മലക്കുകൾ ആ പ്രാർത്ഥന നിർവഹിക്കുന്നത്. മലക്കുകൾ പറയുന്നത് ഇതാണ്: നിന്റെ കാരുണ്യം പൊതിയാത്ത യാതൊന്നും ഭൂമുഖത്തില്ല. നീ എല്ലാറ്റിനോടും കാണിക്കുന്ന ഒരു നിലപാട് തന്നെ നിന്റെ റഹ്മത്താണല്ലോ. എല്ലാറ്റിന്റെയും ഉള്ളും പുറവും അറിയുന്നവനുമാണ് നീ. അതുകൊണ്ട് നിന്നിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യാൻ, പശ്ചാത്തപിക്കാൻ ഒരുക്കം കാണിച്ച, സന്നദ്ധത കാണിച്ച എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ എന്നാണ് മലക്കുകൾ ഇവിടെ പറയുന്നത്. ഫഗ്ഫിർ ലില്ലദീന താബൂ, നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയവരായ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണം. വത്തബഉ സബീലക, അതുപോലെ നിന്റെ മാർഗം പിൻപറ്റുകയും ചെയ്തവരായവർ. നിന്നിലേക്ക് പിഴവ് തിരുത്തി, തെറ്റ് തിരുത്തി മടങ്ങിയ ആളുകള്, എന്നിട്ട് നിന്റെ സരണി ജീവിതത്തിൽ അനുധാവനം ചെയ്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് നീ തീർച്ചയായും പുറത്തു കൊടുക്കണേ എന്നാണ് മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. ഏത് മലക്കുകളാണ്? അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്നവരും അർശിന് ചുറ്റുമായി നിലകൊള്ളുന്നവരുമായ ഏറ്റവുമേറെ സാമീപ്യം നേടിയിട്ടുള്ള അള്ളാഹുവിന്റെ സൃഷ്ടികൾ, അള്ളാഹുവിന്റെ മലക്കുകൾ. അവരാണ് ഈ വിശ്വാസികൾക്കായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു ഏറ്റവും വലിയ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളായ ആ ഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ ആശ്വസിപ്പിക്കുകയാണ്: കൂട്ടരെ, നിങ്ങൾ എന്തിനു വിഷമിക്കണം? നിങ്ങൾക്കെതിരിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ അള്ളാഹുവിന്റെ മാർഗം അവലംബിക്കാൻ സന്നദ്ധരാവാതെ നിഷേധികളായി നിലകൊള്ളുന്നവർ നിങ്ങൾക്കെതിരിൽ പല കരുത്തും കാണിക്കുന്നുണ്ടാകും, പല കഴിവും പ്രാഗൽഭ്യവും അതുപോലെ നിഗളിപ്പും ഒക്കെ കാണിക്കുന്നുണ്ടാകും.
അതിലൊന്നും നിങ്ങൾ മനഞ്ചത്തവരായി മാറേണ്ടതില്ല. കാരണം നിങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആരാ? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. സിംഹാസനം, അള്ളാഹുവിന്റെ ദൈവിക സിംഹാസനം വഹിക്കുന്നവരും ആ ദൈവിക സിംഹാസനത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കാൻ അവസരം കിട്ടിയവരുമായവരാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങി അള്ളാഹുവിന്റെ സരണിയിൽ നീങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്തു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മലക്കുകൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നത്. വത്തബഉ സബീലക എന്നിട്ട് പറയുന്നത് വഖിഹിം അദാബൽ ജഹീം, അവരെ നരകശിക്ഷയിൽ നിന്ന് നീ കാത്ത് സംരക്ഷിക്കണമേ എന്നാണ് മലക്കുകൾ തുടർന്ന് പറയുന്നത്. വഖിഹിം, നീ അവരെ കാത്ത് സംരക്ഷിക്കണമേ. അദാബൽ ജഹീം, നരകശിക്ഷയിൽ നിന്ന്, നരകശിക്ഷയെ തൊട്ട് നീ അവരെ കാത്ത് സംരക്ഷിക്കണമേ എന്നും കൂടി മലക്കുകൾ അള്ളാഹുവിനോടായിട്ട് പറയുകയാണ്. മലക്കുകളുടെ ഈ പ്രാർത്ഥന ആർക്കു വേണ്ടിയാണ്? ലില്ലദീന ആമനു, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളുകൾക്ക് വേണ്ടിയാണ്. അവരുടെ കാര്യത്തില് രണ്ട് പ്രത്യേകതകൾ കൂടി അവർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അവര് പിഴവുകൾ പറ്റിയതിന്റെ പേരിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം, അള്ളാഹുവിന്റെ സരണി പിൻപറ്റുന്നവരാകുകയും വേണം. ഇങ്ങനെയുള്ള സത്യവിശ്വാസികൾക്കായിട്ട് നീ പുറത്തു കൊടുക്കുകയും അവരെ നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കുകയും ചെയ്യണമേ എന്നാണ് മലക്കുകൾ ഇവിടെ പറയുന്നത്. അതിനെ തുടർന്ന് മലക്കുകൾ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് തുടർന്നുള്ള ആയത്തിൽ. റബ്ബനാ വഅദ്ഖിലുഹും, ഞങ്ങളുടെ നാഥ, മലക്കുകളാണ് ഈ പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ നാഥ, വഅദ്ഖിലുഹും, നീ അവരെ പ്രവേശിപ്പിക്കണമേ, ജന്നാത്തി ആദിനിൻ, നിത്യതയുള്ള തോട്ടങ്ങളിൽ, നിത്യതയുള്ള സ്വർഗീയ ആരാമങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ. അല്ലതീ വഅദ്തഹും, നീ ആ സ്വർഗീയ ആരാമങ്ങൾ അവർക്ക് വാഗ്ദാനം ചെയ്തതാണ്. അപ്പൊ നീ വാഗ്ദാനം ചെയ്ത ആ നിത്യതയുടെ സ്വർഗീയ ആരാമങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ എന്നാണ്. ഇവിടെ അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. അള്ളാഹു അവന്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല എന്നതുമാണ് വസ്തുത. എങ്കിൽ പോലും എന്തിനു വേണ്ടിയാണ് പിന്നെ മലക്കുകൾ ഇവിടെ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അതാണ് ഇവിടെ പ്രസക്തമായ ഒരു കാര്യം. അള്ളാഹു തന്റെ ഇബാദുകളായ സത്യമാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരായ, തന്റെ പ്രവാചകനോടൊപ്പം നിലകൊള്ളാൻ ധൈര്യം കാണിച്ച ആ ആളുകളെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ഈ കാര്യം ഇവിടെ പറയുന്നത്. നമ്മൾ പ്രതിസന്ധികളിൽ അകപ്പെടുമ്പോ നമുക്ക് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അത് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അത് നേടിത്തരണം എന്ന്, അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സംസാരിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന്റെ ഭാരം കുറയ്ക്കും, നമുക്ക് വലിയ ആശ്വാസമാകും. മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന്റെ ഈ വാഗ്ദാനം അള്ളാഹു സത്യമായി പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. തീർച്ചയായിട്ടും അള്ളാഹു തന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല, അത് അക്ഷരം പ്രതി അവൻ പുലർത്തുകയും ചെയ്യും. എന്നാൽ പോലും മലക്കുകൾ തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അള്ളാഹു തങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള ആ സംഗതി സത്യമായി പുലർത്തണം എന്ന് അള്ളാഹുവിനോട് തേടുന്നു എന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസവും ആനന്ദവും ഒക്കെ പകരുന്ന കാര്യമാണ്. റബ്ബനാ വഅദ്ഖിൽഹും ജന്നാത്തി അദ്നിൻ അല്ലത്തി വഅദ്തഹു, നീ അവർക്കായിട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ള നിത്യതയുടെ സ്വർഗീയ ആരാമങ്ങളിൽ നീ അവരെ പ്രവേശിപ്പിക്കണമേ എന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന. അവരെ മാത്രല്ല, ബാക്കി കൂടി കേട്ടുന്നു. വമൻ സ്വലഹ മിൻ ആബാഇഹിം, അവരുടെ പ്രപിതാക്കന്മാരിൽ ആരൊക്കെയാണോ നന്മയുടെ മാർഗത്തിൽ ഉണ്ടായിരുന്നത്, നല്ലവരായി ജീവിച്ചത്, അവരെയും, വ അസ്വാജിഹിം, അവരുടെ ഇണകളെയും, വ ദുരിയാത്തിഹിം, അവരുടെ സന്തതികളെയും
പ്രവേശിപ്പിക്കണമേ എന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. ആർക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ അഭിസംബോധന ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇവിടെ ആരെയാണോ പരാമർശിക്കുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോടൊപ്പമുള്ള സത്യവിശ്വാസ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകളെയുമാണ്. അവർക്ക് നീ നൽകിയിട്ടുള്ള വാഗ്ദാനം നീ അക്ഷരം പ്രതി യാഥാർത്ഥ്യമാകാൻ അവസരം ഒരുക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല. എന്നിട്ട് ഈ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറെ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ് പറയുന്നത്. അതെന്താണ്? അവരുടെ പൂർവികരായ പിതാവ്, മാതാവ്, പ്രപിതാക്കന്മാര്, പൂർവികരായ ആളുകൾ, അവരുടെ കൂട്ടത്തില് മുസ്ലിഹുകളായിട്ട് സ്വാലിഹുകളായിട്ട് ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരെ ഒക്കെയും തന്നെ നീ ഇവരോടൊപ്പം ഈ ജന്നാത്തു അദ്നിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് മലക്കുകൾ പറയുന്നത്. അപ്പോ പിതാക്കന്മാര്, ഇവിടെ പിതാക്കന്മാര് എന്നത് ഭാഷാപരമായ ഒരു ശൈലിയാണ്, ഒരു പ്രയോഗമാണ്. അതിൽ പിതാവ് മാത്രമല്ല, അല്ലെങ്കിൽ ഈ ആളുകളുടെ വാപ്പമാര് എന്ന അർത്ഥത്തിലല്ല. വാപ്പമാര് തീർച്ചയായിട്ടും ഉണ്ട്. അതുകൂടാതെ അവരുടെ മാതാക്കളും അതുപോലെ പ്രപിതാക്കന്മാരും അതുപോലെയുള്ള പൂർവികരായ മുൻ തലമുറകളിലെ ആളുകളെയാണ് പരാമർശിക്കുന്നത്. അതിൽ ഈ പ്രയോഗം മാസ്കുലീൻ ആണെങ്കിലും അറബി ഭാഷയിൽ അതിൽ സ്ത്രീകളും ഉൾപ്പെടും. അങ്ങനെയാണ് ഖുർആന്റെ പലയിടങ്ങളിലുമുള്ള പ്രയോഗം എന്നത് കാണാൻ കഴിയും. അറബി ഭാഷയിൽ അബ എന്ന് പറഞ്ഞ പിതാക്കന്മാര് എന്നാണെങ്കിലും അതിൽ മാതാക്കന്മാരും അങ്ങനെ തന്നെ ഖുർആനിൽ പലയിടങ്ങളിലും ഉപയോഗിക്കുന്ന ആ പ്രയോഗം ഉള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇവിടെ പറയുന്നത് വമൻ സ്വലഹ മിൻ ആബാഇ, അവരുടെ പ്രപിതാക്കന്മാരിൽ, അവരുടെ പൂർവികരിൽ ഉത്തമരായ സ്വാലിഹുകളായ ആളുകളെയും ഇവരോടൊപ്പം ജന്നാത്തു അദ്നിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. അവിടെയും നിർത്തിയിട്ടില്ല. വഅസ്വാജിഹിം, അവരുടെ ഇണകളെയും. അവരെ മാറ്റി നിർത്താനല്ല, അവരെ ഇവരോടൊപ്പം ഈ സ്വർഗീയ ആരാമങ്ങളിൽ പ്രവേശിക്കാൻ സൗഭാഗ്യമുള്ളവരാക്കണമേ എന്നാണ്, അവരെ പ്രവേശിപ്പിക്കണമേ എന്നാണ് ഇവിടെ പറയുന്നത്. ഇണകൾ എന്നാണ് പ്രയോഗം. അസുവാജ് എന്നത് ഇവിടെ ആദ്യം ഉദ്ദേശിക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ആണുങ്ങളാണെങ്കിൽ അവരുടെ പത്നിമാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നിലകൊണ്ട സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്ന സ്ത്രീകളെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ. അറബി ഭാഷയിലെ സൗജ് എന്ന വാക്ക് ആണിനും പെണ്ണിനും പരാമർശിക്കുന്ന പദമാണ്. ഭാര്യയ്ക്കും ഭർത്താവിനും ഉപയോഗിക്കാവുന്ന പദം. ഇണകൾ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ അവരുടെ ഇണകളെയും നീ സ്വർഗത്തിൽ അവരോടൊപ്പം ഈ ജന്നാത്തു അദ്നിൽ പ്രവേശിപ്പിക്കണം. അവിടെയും അവസാനിപ്പിച്ചില്ല. വദുരിയാത്തിഹിം, അവരുടെ മക്കളെയും. ദുരിയത്ത് എന്നത് സ്വന്തം മക്കൾ മാത്രമല്ല, മക്കളുടെ മക്കളും വരും തലമുറകളൊക്കെയും ഉൾപ്പെടുന്നതാണ്. അപ്പോ സ്വന്തം മക്കളും മക്കളുടെ മക്കളും ഒക്കെയായ സ്വാലിഹുകളെ മുഴുവനായിട്ടും ഇവരോടൊപ്പം നീ സ്വർഗത്തിൽ, നിത്യതയുടെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നാണ് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത്. ഇന്നക അൻതൽ അസീസുൽ ഹകീം. തുടർന്ന് മലക്കുകൾ പറയുന്നത് നീ തീർച്ചയായിട്ടും കരുത്തുള്ളവൻ, അജയ്യനും അതുപോലെ തന്ത്രജ്ഞനുമാണ്. കാര്യങ്ങളെ അവയുടെ യുക്തിതലത്തില് മനസ്സിലാക്കുന്നവനാണ് നീ എന്നാണ് മലക്കുകൾ അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഈ പ്രാർത്ഥന സ്വീകരിക്കാനും നടപ്പിലാക്കാനും അവന്റെ അജയ്യത കാരണമായി യാതൊരു പ്രയാസവും ഇല്ല. അവൻ അങ്ങനെ ചെയ്യുന്നത് അവന്റെ വളരെ ആഴത്തിലുള്ള ജ്ഞാനത്തിന്റെയും യുക്തിയുടെയും കൂടി താല്പര്യമാണ്. ആ വിധത്തിലാണ് മലക്കുകൾ അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ വേറെ 1-2 സൂറത്തുകളിൽ ഞാനത് കേൾപ്പിക്കാം. ഇതേപോലെ സ്വർഗാവകാശികളാവുന്ന ആളുകൾക്ക് സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രപിതാക്കന്മാരും അവരുടെ ഇണകളും അതുപോലെ അവരുടെ സന്താനങ്ങളുമായ ആളുകളെ ഈ വലിയ മഹത്തരമായ പദവിയിലെത്തിയ
സ്വർഗാവകാശികളുടെ അതേ സ്ഥാനത്തേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ട് അവർക്ക് വലിയ കൺകുളിർമ നൽകുമെന്നാണ് വേറെ രണ്ടിടങ്ങളിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. ഒരിക്കലും തന്നെ ഏറ്റവും താഴെ തട്ടിലുള്ള സ്വർഗാവകാശിയുടെ തലത്തിലേക്ക് മുകളിലുള്ളവരെങ്ങ് താഴ്ത്തി കൊണ്ടുവരികയല്ല, മറിച്ച് ഉയർന്ന പദവിയിൽ എത്തിയിട്ടുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ സ്വാലിഹുകളായ മാതാപിതാക്കളെയും പ്രപിതാക്കന്മാരെയും ഇണകളെയും മക്കളെയും അതുപോലെ വരും തലമുറകളിൽ അവരുടെ പിന്മുറക്കാരെയും അവര് അർഹതയുള്ളവരെങ്കിൽ ഈ ആളുകൾക്കുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി അവരുടെ സ്ഥാനം ഉയർത്തിക്കൊടുക്കും എന്നതാണ് സൂചിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു തീർച്ചയായിട്ടും അതിന് ഇസ്സത്തുള്ളവനും അതിനു വേണ്ട ഹിക്മത്തുള്ളവനുമാണ് എന്നാണ് തുടർന്ന് മലക്കുകൾ പറയുന്നത്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, വഖീഹിമുസ്സയ്യിആത്ത്, എല്ലാ ദൂഷ്യങ്ങളെ തൊട്ടും അവരെ നീ കാത്ത് സംരക്ഷിക്കണമേ. സയ്യിആത്ത് എന്ന് പറയുന്നത് ഭൗതിക ലോകത്ത് അനുഭവിക്കുന്ന സയ്യിആത്തുകളാവാം, അതുപോലെ പാരത്രിക ലോകത്ത് ഏറ്റുവാങ്ങേണ്ടി വരുന്ന സയ്യിആത്തുകളായിട്ടുള്ള അനുഭവങ്ങളാവാം. എന്ത് തന്നെയായാലും എല്ലാവിധ ദൂഷ്യങ്ങളെ തൊട്ടും നീ അവരെ കാത്തു സംരക്ഷിക്കണമേ എന്നാണ് മലക്കുകളുടെ പ്രാർത്ഥന. എന്നിട്ട് പറയുന്ന വമൻ തഖി സയ്യിആത്ത്, ആരുടെ കാര്യത്തിലാണോ നീ അവർക്ക് ദൂഷ്യങ്ങളിൽ നിന്ന് അവരെ കാത്തു സംരക്ഷിച്ചിട്ടുള്ളത്, ഒരാളെ സയ്യിആത്തുകളിൽ നിന്ന് നീ കാത്തു സംരക്ഷിച്ചുവെങ്കിൽ യൗമ ഇതിൻ, ആ നാളിൽ സയ്യിആത്തുകളെ ഏശാത്ത വിധത്തില് നീ ആരെയെങ്കിലും കാത്തു സംരക്ഷിച്ചുവെങ്കിൽ അതിന്റെ അർത്ഥം ഫഖദ് റഹിംത, നീ അവനോട് കാരുണ്യം ചെയ്തു എന്നാണ്. അപ്പൊ നീ ആരെയെങ്കിലും ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും സയ്യിആത്തുകളിൽ നിന്ന് ആർക്കെങ്കിലും നീ സംരക്ഷണം നൽകിയാൽ, നീ കാത്തു സംരക്ഷിച്ചാൽ ഫഖദ് റഹിംത, നീ അവന് കരുണ ചെയ്തു എന്ന് പറഞ്ഞാൽ നിന്റെ കാരുണ്യം കൊണ്ട് നീ അവനെ ആവരണം ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും പരാജിതനാവില്ല, അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഇതാണ് സൂചന. ഫഖദ് റഹിംതഹു, നീ അവനോട് കരുണ ചെയ്തിരിക്കുന്നു. ആരെയാണോ നീ സയ്യിആത്തുകളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചത്, ഐഹിക ലോകത്ത് അത് സയ്യിആത്ത് എന്ന് പറയുന്ന ദുരനുഭവങ്ങൾ പലതുമാവാം. അതോടൊപ്പം തന്നെ ആവുക എന്ന സാധ്യതയുണ്ടല്ലോ, അതാണല്ലോ ഏറ്റവും വലിയ സയ്യിഅത്ത്. പിശാചിനെ പിൻപറ്റുന്നവനായി മാറുക എന്നത്, ദുർമാർഗിയാവുക എന്നത്, സന്മാർഗം ലഭിക്കാതിരിക്കുക, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ കഴിയാത്തവരായി മാറുക, ഇതൊക്കെയാണ് സയ്യിആത്തുകൾ ഭൗതിക ലോകത്ത് ഏറ്റവും വലുതായിട്ടുള്ളത്. പാരത്രിക ലോകത്ത് അവന്റെ ശിക്ഷയും ആക്ഷേപങ്ങളും ഒക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന, അതുപോലെ അപമാനിതനാവേണ്ടി വരുന്ന അവസ്ഥകളൊക്കെയും സയ്യിആത്താണ്. എല്ലാവരും പല വിധത്തിലുള്ള പോരായികകളും ഉള്ളവരായിരിക്കും, ന്യൂനതകളും പിഴവുകളും സംഭവിച്ചവരായിരിക്കും. പാരത്രിക ലോകത്ത് അവയൊക്കെയും തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെളിപ്പെടുന്നത് ഏറ്റവും അപമാനകരമായ ഒരു അനുഭവമാണല്ലോ. അത്തരം അപമാനങ്ങളിൽ നിന്നൊക്കെയും അള്ളാഹു ഇവരെ കാത്തു സംരക്ഷിക്കണം എന്നാണ് മലക്കുകൾ ഇവിടെ ആവശ്യപ്പെടുന്നത് അള്ളാഹുവിനോടായിട്ട്. കാരണം നീ ആരുടെയെങ്കിലും ദൂഷ്യങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിച്ചു എങ്കിൽ നീ അവരോട് വലിയ കരുണ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം. വദാലിക ഹുവൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും മഹത്തരമായ വിജയം. ഇതാണ് ഈ അവസാന വാചകം മലക്കുകൾ പറയുന്നതാവാം, അല്ലെങ്കിൽ അള്ളാഹു അതിനോട് ചേർത്ത് പറയുന്നതുമാവാം. മലക്കുകളുടെ പ്രാർത്ഥന നേരത്തെ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നാണ് വദാലിക ഹുവൽ ഫൗസുൽ അദീം എന്ന് പറയുന്നത്. അത് ഈ നേട്ടമുണ്ടല്ലോ, നീ സയ്യിഅത്തിൽ നിന്ന് ആരെയെങ്കിലും സംരക്ഷിച്ചു, അങ്ങനെ അവനെ നീ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞു എങ്കിൽ അതാണ് ഏറ്റവും മഹത്തരമായ വിജയം എന്നുകൂടിയാണ് ഇവിടെ പറയപ്പെടുന്നത്. ഈ അവസാന വാചകം മലക്കുകൾ എന്ന് പറഞ്ഞതാവാം, അതല്ലെങ്കിൽ അള്ളാഹു അതിനോട് ചേർത്ത് പറയുന്നതും ആകാം.
രണ്ടിനും സാധ്യതയുണ്ട്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 7 മുതൽ 9 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഈ ആയത്തുകളിൽ പരാമർശിച്ച മലക്കുകളുടെ പ്രപിതാക്കൾക്കും അതുപോലെ സന്തതികൾക്കും ഒക്കെ വേണ്ടിയുള്ള അവരെയും കൂടി ഈ ആളുകൾക്ക് ലഭിക്കുന്ന ഉന്നതമായ സ്വർഗീയ പദവി ലഭിക്കണം, അവരെ നീ ഉയർത്തണം എന്നൊക്കെ പറയുന്ന കാര്യം സൂറത്തു റാദിലെ 23-ാമത്തെ ആയത്തിലും അതുപോലെ സൂറത്ത് തൂറിലെ 12-ാമത്തെ ആയത്തിലും 21-ാമത്തെ ആയത്തിലും അള്ളാഹു പരാമർശിക്കുന്നത് കാണാം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോ കടക്കുന്നില്ല. ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കുറിയിട്ടാൽ മതി എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.